ഞാൻ എന്ന് പറയുന്നത് വേറെ, ശരീരം എന്നത് വേറെ. കാരണം അതൊരു പരീക്ഷണ വസ്തുവായിട്ട് കുറേ നാൾ കിടന്നിരുന്നു എൻ്റെ ശരീരം. അന്നേരം എന്നെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ തോമസ്. അപ്പോൾ ഡോക്ടറോട് ഞാനൊരു നന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരുപാട് കുറഞ്ഞു പോകും. ഇന്നലെ വരെ എന്നോട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം വന്നതിൽ. അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതില്ല, ഇത് ഇല്ലായ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോൾ മനോജ് സാറ് പറഞ്ഞു, ഇയാൾ യോഗ പഠിക്കണ്ട, യോഗ പഠിച്ചാൽ മതി എന്നൊരു വാക്ക് സാറിൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാതയിലേക്ക് പോയത്. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ തൊടുപുഴയിൽ കൂടെ തീരെ വയ്യാതെ ഞാൻ നടന്നൊരു കാലത്ത് അവർ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കല്യാണം കഴിക്കാൻ വരുന്ന കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇത്തിരീശയല്ല, നന്നായിട്ട് ഇത് വട്ടുള്ള സൈസാണ്, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വട്ടൊക്കെ ആർക്ക് വേണേ എപ്പോൾ വേണേ വരാം, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ച ഒരാളുണ്ട്. ആ ആൾക്ക് ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നതും. എൻ്റെ മക്കള്, എൻ്റെ മുഖം ഒന്ന് വാടിയ ഒരു ദീർഘശ്വാസം വിട്ടാൽ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കാണും. എന്ത് പറ്റുമേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വയറുവേദനയുണ്ടോ, തലവേദനയുണ്ട്? കാരണം ഇവരിത് മാത്രം കേട്ടിട്ടുള്ളേ കുറേ കാലമായിട്ട്. എന്ത് പറ്റി? അവരോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ആ മനുഷ്യൻ ഈ സമയം ഇല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും വരാം. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമാണെങ്കിൽ വേണ്ട, ഇല്ല ഞാൻ വന്ന് തൊടുപുഴ വരെ വന്നാൽ പോരെ, ഞാൻ വരാം, വന്നിട്ട് പോന്നോളാം. അപ്പം ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞ് വന്ന ആളാണ് സന്തോഷം സാറ്. അപ്പോൾ സാറിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.